UDFിൻ്റെ ചരിത്ര വിജയത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മാറ്റാൻ ആളുണ്ടോ എന്ന് ചോദിച്ചില്ലേ, മറ്റാരുണ്ടെന്ന് ചോദിച്ചില്ലേ, ഞങ്ങളുണ്ടെന്ന് അന്നേ പറഞ്ഞതല്ലേ. ടീം UDF കേരളം ജയിച്ചു, ഇനി UDF നയിക്കുമെന്നാണ് വി.ഡി. സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. തൂക്കി ടീം UDF എന്നൊരു കാർഡോടുകൂടിയാണ് വി.ഡി. സതീശൻ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതേസമയം UDFിന് ഐതിഹാസിക വിജയം നൽകിയ കേരളത്തിലെ ജനങ്ങളോട് പ്രചരണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ നന്ദി അറിയിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല കുറിച്ചു. വിജയം ചരിത്രപരമായ അനിവാര്യതയാണ്. കേരള ജനത കഴിഞ്ഞ 10 വർഷം അനുഭവിച്ച ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കണക്കിലെടുത്തുകൊണ്ട് നടത്തിയ ഈ ജനവിധി ഞങ്ങളെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റുന്നു. ജനവിധിയെ ആദരവോടെയും ബഹുമാനത്തോടെയും കാണുന്നു. കേരളത്തിലെ UDF പ്രവർത്തകരും നേതാക്കളും ഒരു മനസ്സോടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ചു. 100 സീറ്റ് കിട്ടുമെന്ന് ആദ്യം മുതൽ വിലയിരുത്തി. 100 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ പലരും അംഗീകരിക്കാൻ തയ്യാറായില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് LDFിന് അതൊക്കും മേലെ കിട്ടുമെന്നാണ്. മുൻ തെരഞ്ഞെടുപ്പുകൾ സർക്കാരിനെതിരായ വിധിയെഴുത്തല്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും അതുതന്നെയാകും പറയുക. ഈ തെരഞ്ഞെടുപ്പിൽ നല്ല കമ്മ്യൂണിസ്റ്റുകാരായ ആളുകളും UDFിന് വോട്ട് ചെയ്തു. കാലാകാലങ്ങളായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത ഒരു വിഭാഗം ഈ തവണ UDFിന് വോട്ട് ചെയ്തു. അവരോട് നന്ദി പറയുന്നു. പാർട്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. ടീം UDFായി പ്രവർത്തിച്ചു. 5 ഗ്യാരണ്ടികൾ ഉടൻ നടപ്പിലാക്കും. UDF മുന്നോട്ട് വെച്ച പോസിറ്റീവ് അജണ്ടകൾക്ക് ജനം നൽകിയ അംഗീകാരം കൂടിയാണ് വിജയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷം ജയിക്കാൻ നടത്തിയ എല്ലാ പ്രചാരണങ്ങളും വോട്ടർമാർ തള്ളിയെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. 100-ലധികം സീറ്റ് നേടുമെന്ന് ആദ്യമേ പറഞ്ഞു. ഈ വിജയത്തിന്റെ സൂചന ആയിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം ഞങ്ങൾ ഇത് പറഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.